ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നും പറ്റിയില്ല. സമയക്കുറവ് കാരണമാണ്. എനിക്ക് സമയമില്ലായിരുന്നു, നമ്മുടെ ക്യാമറമാനും സമയമില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ അങ്ങ് എടുത്തേ കേട്ടോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ഓണം സദ്യ വിഭവങ്ങളുടെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ വെർമസലി പായസമാണ്, അതായത് സേമിയ പായസം. ഇന്ന് നമ്മൾ കുക്കറിൽ ഒരു ഈസി മെത്തേഡിൽ തന്നെയാണ് പായസം വയ്ക്കുന്നത്. ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ, എൻ്റെ ഈസി മെത്തേഡ് ഇഷ്ടപ്പെടാത്തവർ ഇപ്പോഴേ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കണേ. കാരണം എൻ്റെ ഈ ഈസി മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന കുറേ കുഞ്ഞനീതിമാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈസി മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നത്. ഒരു കാലത്ത് ഞാനും നമ്മുടെ തനതായ രുചിയിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ആയിരുന്നു പായസങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ വയ്യായികളും എൻ്റെ തിരക്കുകളും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ മാറേണ്ടി വന്നു. അതേപോലെ എന്നെപ്പോലെ ഇതൊക്കെ ഉപയോഗപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഈസി മെത്തേഡുകൾ എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്നത്. കണ്ടിട്ട് ഒരു ലൈക്കും കമൻറ്റും അത് മറക്കരുതേ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജായിട്ട് ഒരു ഹാർട്ടായിട്ടെങ്കിലും ഒന്നിട്ടേക്കണേ. കാരണം ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വ്യൂസിനനുസരിച്ച് വരുന്നില്ല. നിങ്ങൾ എന്തായാലും കാണുന്നതല്ലേ, അപ്പോഴേ ഒന്ന് ലൈക്ക് അടിച്ചേരെ, കൂടെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. അത് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുവേ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. ഓണം സദ്യാവിഭവങ്ങളിൽ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വെർമസലി പായസമാണ്, അതായത് സേമിയ പായസം. അതിലേക്ക് ഒരു 100 ഗ്രാം റോസ്റ്റഡ് വെർമസലിയാണ് എടുത്തേക്കുന്നത്. ഇന്ന് നമ്മൾ കുക്കറിൽ തന്നെയാണ് പായസം റെഡിയാക്കുന്നത്. വളരെ ഈസിയാണ്, ഒരു 10 മിനിറ്റ് പോലും തികച്ച് വേണ്ട. കുക്കറിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ റോസ്റ്റഡ് വെർമസലിയെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. റോസ്റ്റഡ് ആയതുകൊണ്ട് നമ്മളിനി അത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതില്ല. ജസ്റ്റ് ആ നെയ്യിലൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചത് കൊണ്ടാണ് ആ വെള്ളത്തോടെ ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നമ്മളൊരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ പാലെടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് തിളയൊന്ന് വന്ന് തുടങ്ങിയാൽ നമ്മൾ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 വിസിൽ വരേക്കും വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെയോളം തന്നെ വെള്ളവും എടുത്ത് അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരേക്കും ഇതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 75 ഗ്രാം പഞ്ചസാര, 100 ഗ്രാം തികച്ച് ഞാൻ എടുത്തിട്ടില്ല. 75 ഗ്രാം പഞ്ചസാരയാണ്. ഇവിടെ മധുരം കുറവ് മതി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മധുരം തോനെ വേണമെങ്കിൽ 100 ഗ്രാം ചേർക്കാം. അതിലേക്കൊരു 1/4 സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക മാത്രം പൊടിച്ചതാണ്. പാലൊഴിച്ച ശേഷം ഒന്ന് മിക്സാക്കി അതൊന്ന് തിളച്ച് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തിള വരുന്ന വരെ നമ്മൾ നിൽക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് പായസം റെഡിയായി വന്നിരിക്കുന്നത്. നമ്മളല്ലാതൊക്കെ തന്നെ വയ്ക്കുന്ന അതേ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉള്ളത്. ഇനി നമുക്കതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിടാനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ആവശ്യത്തിന് ഒഴിക്കാം, തോനെ വേണ്ടവർക്ക് തോനെ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് അത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസവുമില്ലാതെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ തനതായിട്ട് ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മുടെ സേമിയ പായസം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണാൻ ടാറ്റാ ബൈ ബൈ, സീ യു.